പേരല്ല 100 പേരാണ് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് കോൺഗ്രസിൽ ചേർന്നത്. രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ ഇനിയും പപ്പുവാക്കി ചിത്രീകരിക്കുന്നവർക്കും കൊലയാളികളെ കളത്തിൽ ഇറക്കിയവർക്കും മാപ്പു പറയിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞവർക്കും മുൻപിലൂടെയൊക്കെ നെഞ്ചും വിരിച്ച് രാഹുൽ നടന്നു നീങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു പിടിച്ചുകുലുക്കലാണ്. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഇവിടെ മോദി കോട്ടയെ വിറപ്പിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ 100 പേർ കോൺഗ്രസിൽ ചേർന്നത്. മഹാരാഷ്ട്രയിലെ അകോല ജില്ലയിൽ നിന്നുള്ള മുൻ NCP നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജീവ് ബോച്ചെ തന്റെ 100 കണക്കിന് അനുയായികളോടൊപ്പമാണ് ഇന്നലെ കോൺഗ്രസിൽ ചേർന്നത്. അമരാവതി ജില്ലയിലെ ഹിവാർഗേഡിൽ നടന്ന ചടങ്ങിൽ PCC പ്രസിഡന്റ് ഹർഷ് വർദ്ധൻ സബ്കലിന്റെ സാന്നിധ്യത്തിലാണ് അവർ കോൺഗ്രസിലേക്ക് ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് അകോല ജില്ലയിൽ കോൺഗ്രസിന് കരുത്തു പകരും. ഇവിടെ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ നേട്ടം ചില്ലറയൊന്നുമല്ല. പലയാവർത്തി ആ കണക്കുകൾ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന മഹാരാഷ്ട്ര നിയമസഭയിൽ കോൺഗ്രസ് അടക്കമുള്ള മഹാവികാസ് അഘാഡി സഖ്യം ഒന്നുമാകാതെ പോകുന്ന കാഴ്ചയും നമ്മൾ അവിടെ കണ്ടതാണ്. കോൺഗ്രസിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴാണ് സംഗതി വലിയ അട്ടിമറികളിലൂടെയാണ് BJP മഹാരാഷ്ട്ര പിടിച്ചടക്കിയത് എന്ന സത്യം ആദ്യം മനസ്സിലാക്കിയതും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷത്തിന്റെ നേതാവ് തന്നെയാണ്. തൊട്ടു പിന്നാലെ വലിയ പത്രസമ്മേളനം വരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് രാഹുൽ വലിയ ഒരു പൊട്ടിത്തെറി പണ്ടേ ഉണ്ടാക്കിയതാണ്, ഈ ആറ്റം ബോംബൊക്കെ വരുന്നതിന് മുൻപേ. ഇവിടെ 2024 നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നൽകുകയും ചെയ്തതാണ്. 76 ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ആരോപണം ഉയർത്തിക്കൊണ്ടായിരുന്നു ആ ഹർജി. വൈകുന്നേരം 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിപ്പിച്ചതിനു ശേഷം ഏകദേശം 75 ലക്ഷം വ്യാജ വോട്ടുകൾ ചെയ്തു എന്ന ആരോപണത്തോടെ തിരഞ്ഞെടുപ്പ് ഫലം അസാധുവായി പ്രഖ്യാപിക്കണമെന്ന് കണിശമായി തന്നെ ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നതാണ്. അവിടെ പോരാട്ടം വോട്ടിംഗ് മെഷീനും കോൺഗ്രസുമായിട്ടായിരുന്നുവെന്നും അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഥവാ രാഷ്ട്രീയ പോരാട്ടമായിരുന്നില്ല, വോട്ടിംഗ് മെഷീനുമായിട്ടാണ് കോൺഗ്രസ് പോരാടിയത് എന്നാണ് ജനാധിപത്യത്തിൽ ഊട്ടിയുറപ്പിക്കേണ്ട ഈ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ വക്താവായിക്കൊണ്ട് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത്. ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് നടന്നില്ല എങ്കിൽ ഒരിടത്തും കോൺഗ്രസ് മത്സരിച്ചിട്ട് കാര്യമില്ല എന്നും മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതല കൂടി ഉണ്ടായിരുന്ന ചെന്നിത്തല അന്നേക്കന്നേ വ്യക്തമാക്കിയതാണ്. അതിനുവേണ്ടി കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോടതി പോലും ഭരണകൂടത്തിന്റെ കയ്യിൽ അമരുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കണം. EVM മെഷീനെ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പാർട്ടി ആലോചിക്കുകയാണ് എന്ന് ചെന്നിത്തല പണ്ടേ പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് വോട്ട് ചോറി ഉയർത്തിപ്പിടിച്ച് വോട്ടർ അധികാര യാത്ര രാഹുൽ ഇപ്പോൾ നടത്തുന്നത്. അതിനിടയിലേക്ക് ഈ 100 പേര് കോൺഗ്രസിന് കരുത്തും ആത്മവിശ്വാസവും പകരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.